എടാ എനിക്ക് രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാവോ ഒരേ സ്ഥലത്തേക്കാവോ അവന്റെ അടുത്തല്ലേ മറ്റേ കൈയൊക്കെ ഇങ്ങനെ അയക്കുന്നതിന്റെ അതിന്റെ പേരെന്തായിരുന്നു ആ ആട്ടെ ഇന്നലെ രണ്ടുപേരും എവിടെയായിരുന്നു എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ വീട്ടിലൊക്കെ ആഘോഷമൊക്കെ ആയിരുന്നു നിന്റെ ബർത്ത്ഡേ ഇന്നലെ അല്ലേ അല്ലല്ല ഇവിടെ അമ്മൂമ്മ നാള് വെച്ചാ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇവിടെ വീട്ടിലൊക്കെ ഞാൻ പിറന്ന നാള് വെച്ച അപ്പൊ വീട്ടിൽ ഇന്നലെ ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഇന്നലെ എല്ലാരും കൂടെ ഒത്തുകൂടി ഞാൻ കണ്ണാപ്പിയുടെ വീഡിയോ കോളിലായിരുന്നു എന്തൊരു ബർത്ത്ഡേ അല്ലായിരുന്നു അവന്റെ എന്തോ കുണ്ണാണ് നിങ്ങൾ പോയി നീ ഒരു മുതുകുണ്ണ വെറും കുണ്ണ മനസ്സിലായില്ലേ നിന്റെ ഈ ഊമ്പി വർത്താനുണ്ടല്ലോ നീ കയ്യിൽ വെച്ചിട്ട് മനസ്സിലായില്ലേ വീഡിയോ കോൾ സത്യം 8 മണിക്ക് അവൻ്റെ വീഡിയോ കോൾ കയറി ഒരു 11-12 മണിയായി കഴിഞ്ഞപ്പോ എടാ ഞാൻ നീ സംസാരിക്കില്ലേ എന്നാ മനസ്സിലായില്ലേ നീ സംസാരിക്കില്ലേ നീ സംസാരിക്കണ്ട അധികം ഇന്നലെ കൊറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു സെക്കൻഡ് അതായത് നമ്മള് ഗ്യാങ് ഫണ്ട് കൊടുത്തായിരുന്നല്ലോ 70 CR വൈറ്റ് 70 CR മതി നീയൊക്കെ കാരണമാണ് 14 ദിവസം ഇരുന്നത് മനസ്സിലായില്ലേ 14 ദിവസം പിന്നെ മറ്റേ മാമൻ എന്ന് പറഞ്ഞ അപരാധി ഇനി വരും ഇങ്ങോട്ട് ആ മാമൻ എന്ന് പറഞ്ഞ അപരാധി വരുമ്പോ അവന്റെ അടുത്ത് പറയണം കേരള സിറ്റിയില് ചന്ദ്രൻ പറഞ്ഞ് 1 മാസം സിറ്റിയില് എനിക്ക് അവരെ കാണണം ഞാൻ അവനെ ഒരു 5 ദിവസം കണ്ടുള്ളൂ സിറ്റിയിൽ 5 ദിവസം ചന്ദ്രൻ വരുമ്പോ മാത്രം വരാൻ പറയാം മുമ്പല്ലേ ചന്ദ്രു ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ അവിടെ നടക്കുന്ന ബ്രേക്കപ്പ് പാർട്ടി അതാറിയാവോ ആര് ഒരാഴ്ചക്ക് ശേഷം മാമൻ ഇന്നലെ കേറിയതാ മാമൻ കാരണം ആരുടെ ബ്രേക്കപ്പ് ആയത് മറ്റേ ദുന്നൻ എന്ന് പറഞ്ഞിടത്തില്ലേ മറ്റേ ഡിസ്ട്രിക്ട് ദുന്നൻ എന്ന് പറഞ്ഞിടത്തില്ല പാവം പിടിച്ചെടുത്തൻ അവന് ഇവളോട് നല്ല രീതിയിൽ റിലേഷന് പോവായിരുന്നു അവളെ വിളിച്ച് പ്രാങ്കാന്ന് പറഞ്ഞ മാമൻ ഇവളുടെ ബെസ്റ്റ് പോലെ അഭിനയിച്ച് പിന്നെ ഇന്നലെ അവൻ വിട്ടിട്ട് 2 കൊടുത്ത് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി അതിന്റെ പാർട്ടിയാണ് ഇപ്പൊ നടക്കുന്നത് അല്ല നീ അവനത് പറയാ ഞാൻ 5 ദിവസം കണ്ടിട്ടില്ല അവൻ ഞാൻ 5 ദിവസം സിറ്റിയിൽ കണ്ടുള്ളൂ ബാക്കി 25 ദിവസം ഞാൻ അവൻ സിറ്റിയിൽ കണ്ടാൽ അവന് ഗ്യാങ് ടാഗ് കൊടുക്കുന്നു പറഞ്ഞേക്ക് വാസോറിനെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസോറിനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്ലോട്ട് ഇല്ലെന്നാ വാസോറിനെ പറഞ്ഞേക്കണേ അവനെ എവിടെയെങ്കിലും ഞെരുക്കി കേട്ടണമെങ്കിൽ 25 ദിവസം അവനെ സിറ്റിയിൽ കാണണം എന്നൊന്ന് പറഞ്ഞേക്ക് മനസ്സിലായ അല്ലെങ്കിൽ അവനെ പട്ടി അടിക്കുമ്പോൾ എവിടെ അടിച്ചാലും നമുക്ക് ചോദിക്കാൻ പറ്റൂല മനസ്സിലാക്കണം മനസ്സിലായ എന്ത് എടാ ഈ ഓപ്പറേഷൻ ഉള്ള ഇടക്കിടക്ക് എങ്ങനെയാടാ പിന്നെ ഈ തത്സമയം പറഞ്ഞേ ഓപ്പൺ സർജറി ഇടക്കിടക്ക് എടാ അത് കഴിഞ്ഞപ്പോ ഇന്നലെ വന്നില്ലേ അവൻ അരമണിക്കൂർ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ വേദന കൂടും ഒരേ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലേ ചന്ദ്രൻ അരമണിക്കൂർ മുമ്പ് അപ്പൊ ഒരു കാര്യം ചെയ്യാം നിന്റെ സ്ലോട്ട് അവന് കൊടുക്കാം കണ്ണാപ്പിയുടെ അല്ല നിന്റെ അത് വേണം അങ്ങനത്തെ സ്നേഹബന്ധത്തിലോട്ടൊന്നും എനിക്ക് താല്പര്യമില്ല ചക്രവർത്തി കുടിച്ചിട്ട് വന്നേക്കട്ടാ ചന്ദ്ര ഇന്നലെ 70 കോടി അത്രയല്ലേ 70 കോടി ഗ്യാങ്ങിന് ഈ 1 മാസത്തിന്റെ അകത്ത് 70 CR തമാശ പോലെ പറഞ്ഞല്ല കാര്യമായിട്ട് പറഞ്ഞാണ് കാശ് തന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പണിയും എന്തേലും പണി തരും ഉറപ്പായിട്ട് പണി തരും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എഴുതണം കണ്ണാപ്പിയേ നീയല്ലടാ ഉണ്ടച്ചി തരാന്ന് പറഞ്ഞ നീതാ നിന്റെ ഇല്ലല്ല ഞാൻ പിന്നെ വാസ്തവം വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ ഇത് അതായത് കാശ് വേറെ ആയിരുന്നു കടം വാങ്ങിക്കാനോ ഇരക്കാനോ പോവല്ലെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആരുടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സമയമില്ലല്ലോ നിനക്ക് ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട് മിസ്റ്റർ എക്സിന്റെ ജോലിയൊക്കെ നീയല്ലേ എടുക്കുന്ന ഇവിടെ അതുകൊണ്ട് നിനക്ക് സമയം കാണത്തില്ലെന്ന് എനിക്കറിയാം
കണ്ണാപ്പി ഇവിടെ ഇന്നലെ അപ്പാപ്പ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ് ട്രക്ക് മേടിച്ചിട്ട് അത് ലെവൽ 30 ആക്കിയിട്ട് വെറുതെ ഇരുന്നാല് കാശ് കിട്ടും. വെറുതെ നമ്മള് വേണ്ട ഗ്യാങ്ങിന്ന് ഇറങ്ങാൻ ഉടനെ അപ്പ ചന്ദ്രു ഈ ഗ്യാങ് ഫണ്ട് EMI ആക്കണം ചന്ദ്രു. ഞാൻ കാര്യം പറയട്ടെ, ഇതില് വാസവണ്ണാണ് ഡിസിഷൻ എടുക്കണത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാസവണ്ണ വരും, കാര്യം പറയും, കാശ് ചോദിക്കും, ഇല്ലെങ്കിൽ തട്ടും. ആലോചിച്ച് നോക്ക്, മാമ സിറ്റി നിൽക്കുന്നത് ഗ്യാങ് ഇട്ട് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ട്. ഇല്ലല്ലേ 70 കണ്ണാപ്പി. ഇപ്പൊ പോക്കറ്റ് പേര് 35ഓളം കാണും. ചന്ദ്രു ഞാൻ 70 CR വൈറ്റ് പറ. 70 CR വൈറ്റ് അല്ലേ? ഞാൻ എന്റെ ഇപ്പൊ കൊടുക്കാം, ഞാൻ എന്റെ ഇപ്പൊ തരാം. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെ തരും കണ്ണാപ്പി? നീ ഇത് നീ ഗ്രൈൻഡ് ചെയ്ത കാശാണോ? അല്ല നീ എന്താ ചെയ്തേ? നീ എന്ത് ഗ്രൈൻഡാ ചെയ്തേ? രാവിലെ ട്രക്ക് ഓടിക്കാൻ പോയി. നീ രാവിലെ എപ്പോ ട്രക്ക് ഓടിക്കാൻ പോയി? ചന്ദ്രു അത് വർത്താനം ഗ്യാരേജ് കിടക്കണ 2 വണ്ടി പറക്കി വിട്ടാ 140 കോളി. നിന്റെ ഗ്യാരേജ് കിടക്കണ ആ 2 കോണിയും കൊണ്ടുപോവാ നോക്കട്ടെ. നമ്മളെ ജീവിതത്തിലെ പിള്ളേരാ പോതപ്പുല്ല് ചെത്തിയിട്ടാ കിട്ടും ഓടിയോളം. അതെ, ഈ പ്രീമിയം എടുക്കണ കാശൊന്നും വേണ്ടെന്ന് അവസാനം എടുത്ത് പറഞ്ഞാട്ടാ. എടുത്തിട്ടില്ലെങ്കിൽ കൊള്ളാം. പ്രീമിയം എടുത്തവരെന്ന് 110 CR വാങ്ങിക്കാനാണ് പറഞ്ഞ അവസാനം. അപ്പൊ നീ പ്രീമിയത്തിനാണ് കാശ് തരണമെങ്കിൽ നീ 110 CR കയറണം. പ്രീമിയം എടുത്തവരെ ടെൻഷൻ ആയ പോലെ ഇവിടെ സിറ്റിയില് 500 രൂപ മുടക്കാത്ത നമ്മള് പ്രീമിയം എടുക്കാൻ സത്യം എന്തൊരു വർത്തനാണ്. ഒരു സെക്കൻഡ്. അപ്പൊ ഇന്നലത്തെ മീറ്റിംഗിലായി 70 കോടി കേസ് മാത്രല്ലേ ഉള്ളൂ. 70 കോടി കേസ്. പിന്നെ നിന്റെ ഒക്കെ കുണ്ണ വള്ളീനെ എടുക്കാൻ പറ്റൂല. ന്യായമായിട്ടുള്ള വള്ളി സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ച് തന്നെ ഒന്ന് പറഞ്ഞ് അതുകൊണ്ടാണല്ലോ ഏറ്റവും റോങ് വള്ളി. എടാ 14 ദിവസം നമ്മളെ പുറത്തായിരുന്ന നീ കാരണം മനസ്സിലായില്ലേ? അത് വള്ളിയല്ലടാ. ചന്ദ്രൻ പറയുന്നത് കേക്കണ്ട, എനിക്ക് കേട്ടൂടാ. കേക്കാവടാ എനക്ക് പോയി ചെവി ഇപ്പൊ തുറന്നല്ലേ ചെവി. നമ്മളെ 170 കോടി ഗ്രൈൻഡിങ് ഇനിയും ഓൺലി പ്രോപ്പർ വള്ളികൾ. പ്രോപ്പർ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇത്രയും പറയാം. പക്ഷെ നമുക്ക് എന്തിനോ ഹർട്ടായ ഒരു കാര്യമുണ്ട് എന്തിനും ഇവിടെ. അവന്മാരെ നമ്മള് നോക്കി വെച്ചേക്കോ. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ ഒന്നും സെറ്റ് ആയിട്ടില്ല. അമ്മ സെറ്റ് ആയിട്ട് അമ്മമാർക്ക് ഇട്ട് കൊടുക്കണം. ചന്ദ്ര പണ്ടേ എന്തിനു ഞാനും പോയി മാന്യ വേറൊരു സിറ്റിയിൽ പോയി. എടാ ഇത് നീ എന്റെ 14ാമത്തെ പ്രാവശ്യമാണ് പറയണത്. അവന്മാർക്ക് ഇവിടെ പെർമനന്റ് അല്ലേ? അവന്മാരെ എങ്ങനെ തിരിച്ചു വന്നത്? എന്നോട് സംസാരിച്ചില്ലല്ലോ. നീ ആര് കുണ്ണേ? ഞാനല്ലേ ടിക്കറ്റ് വിളിച്ചേ? ഇല്ല എടാ ഞാൻ പറട്ടെ, അവന്മാര് മരണം എന്നാലല്ലേ അവന്മാർ അന്ന് വിളിച്ചിട്ട് പിന്നെ പിന്നെ നീ കാശ് തരണ്ട. എടാ നീ കാശോട് തരണ്ടെന്ന് പറഞ്ഞത് ആണാ? എന്നാ കുഴപ്പമില്ല, എന്നാ കുഴപ്പമില്ല. ബോബോ ഇതിന്റെ മുകളിലെ സിവിലിയന്റെ അടുത്ത് എന്തിനാ നടക്കണ? TVA മെമ്പർ അൺഎംപ്ലോയ്ഡ് എന്നല്ലേ? അല്ലല്ല, TVA മെമ്പർ എന്ന്. എന്താണ് ഒരു വിശ്വാസം ഇല്ലാത്തവര്? ഉറപ്പാണാ? ആ ഫോട്ടോ എനിക്കത് വാട്സാപ്പിൽ അയച്ചാ പറഞ്ഞത്. അപ്പൊ ഉണ്ട്. ശരി ഓക്കെ. എടാ ഇത് സംഭവം എന്ന് പറഞ്ഞാ ഇപ്പഴേ ഞാൻ പറയാം. അതായത് ഇന്നാക്ടിവിറ്റി, അതായത് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കുറെ പേരുടെ. അപ്പൊ ആക്റ്റീവായിട്ടുള്ള പ്ലേസിനെ തിരിച്ചിതിലോട്ട് ഇതാക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ഇത് ഗ്രൈൻഡിങ് ഇതെല്ലാം നോക്കണേ. അപ്പൊ നിങ്ങള് കാശ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചോദിക്കും എന്തൊക്കെ ചെയ്ത് സിറ്റിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ചോദിക്കും. നമ്മളീ വെടിക്ക് കാണില്ല, അല്ല അപ്പൊ ബോബോയും കണ്ണാപ്പി വാറിനൊന്നും ഇല്ലല്ലേ? ഇനി അടിക്കില്ല, പിള്ളേർക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല അല്ലേ? നീ കളിച്ച 2022 ലാസ്റ്റ് കളിച്ചത് വാറ്. ഇല്ല കഴിഞ്ഞ വർഷം കളിച്ചായിരുന്നു. വണ്ടി ഇടിച്ചത്
അത് ഏതൊക്കെയാ കേട്ടത്? നീ ലാസ്റ്റ് വാർ കളിക്കുന്ന മറ്റേ കുറുപ്പെന്ന് പറഞ്ഞ അടിച്ചിട്ടതാണ്. ബോബോ ലാസ്റ്റ് അടിച്ചത് മറ്റേ DC വാറിൽ മറ്റേ അവനെ പേടിക്കുന്നത് പിസ്റ്റലിട്ട്. കുറുപ്പ് വന്നടാ. ബോബൊക്കെ ടച്ച് ഔട്ട് ആയല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ണാപ്പി ബോബി കൂടി ഒണ്ണി ഫൈറ്റ് കൊടുക്കണ എടുത്ത് നോക്കണം. വെടിയുടെ കാര്യത്തിൽ നമ്മളില്ലല്ലോ, നമ്മള് വെടിക്കാൻ വെടിയിലില്ലല്ലോ. വാസ്തവത്തിൽ നമ്മളുള്ള വെടിക്ക് നമ്മളില്ല. നമ്മൾ പ്രീവാറുണ്ട്. പ്രീവാറിനാണ് ഒന്നോ രണ്ടോ വെക്കാം. വേണം വെക്കാം. അതുകൊണ്ട് ഇപ്പൊ നാളത്തെ ട്രക്ക് ജോബ് ചെയ്ത് മെയിൻ ഇഷ്യൂ എന്തോ ഈ രാവിലെ ക്ലാസ് ഉണ്ട്. എന്ത് ചെയ്യും? അയ്യോ എനിക്ക് അതിന്റെ വൈകിട്ട് വന്നിട്ട് രാത്രി ലൈവ് ഇടണം. ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സമയം കണ്ടെത്തണം പറയാം. എല്ലാരും ചെയ്യുമ്പോ നിങ്ങൾക്ക് മാത്രം എക്സ്ക്യൂസ് എങ്ങനെ തരാൻ പറ്റും? ഫ്യൂച്ചർ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഭാവിയാണ്. നമ്മുടെ ഭാവി പഠിക്കാനാണ്. ഞാൻ പഠിക്കണം. ഞാന് നിർത്തി ചന്ദ്ര പറഞ്ഞ കണ്ണാപ്പിക്ക് എന്തോ ക്ലാസ് ആണെന്ന് പറഞ്ഞാണ്. നമ്മളെ ഈ മാർക്കറ്റിലൊക്കെ ഉള്ളവരാണ്. ഇറങ്ങണല്ലോ. ഏത് മാർക്കറ്റാണ്? നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ ഉള്ളതാണ് ഞാനും പോയും. എടാ മദാര, മറ്റേ ട്രക്ക് വാങ്ങിയിട്ട് 30 ലെവൽ എങ്ങനെ മീൻസ് നമ്മൾ തന്നെ ഓടിക്കണ്ടേ? 30 ലെവലാണോ വരെ? അല്ല ചന്ദ്ര, 5ാമത്തെ ലെവലിൽ ഒരു ബോട്ടിന് മേടിക്കാം, 10ാമത്തെ ലെവലിൽ 2ാമത്തെ ബോട്ടിന് മേടിക്കാം. ഇതിനെല്ലാം നമ്മൾ തന്നെ ഗ്രൈൻഡ് ചെയ്യണ്ടേ? എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതായത് 5ാമത്തെ ലെവൽ വരെ നമ്മൾ ഗ്രൈൻഡ് ചെയ്താക്കണം. 9:15 മുതൽ 3:15 വരെ നമ്മള് കാണൂല. 9:15 തൊട്ട് 3:15 വരെ നമ്മള് കാണില്ല. 3:15 കഴിഞ്ഞാൽ മീൻ എടുത്ത് കഴിഞ്ഞ് ജിമ്മിൽ പോയി 4:15. പിന്നെ ഞാൻ 3:15 കഴിഞ്ഞ 4 മണിയാകുമ്പോ എനിക്ക് കുറച്ച് കുഴപ്പമില്ല. ഈ മാസം അവസാനത്തോടെ ടാഗ് എടുത്തൊക്കെ മാറ്റും. നമുക്കും വേണ്ട ഒരു സെക്കൻഡ് എന്താടാ കേട്ടില്ല? പുതിയ ബോസിന്റെ വണ്ടി മേടിക്കുക. എന്നിട്ട് അതില് ഫ്രൈറ്റ് ജോബ് എന്ന് പറഞ്ഞൊരു ജോബ് ഉണ്ട്. അത് എടുത്താ കണ്ടെയ്നർ മാത്രമേ സ്പോണാ, വണ്ടി സ്പോണാവില്ല. 5 സൂര്യയുടെ വണ്ടി വെച്ച് കൊളുത്തിട്ട് കൊണ്ട് പെട്ടെന്ന് ലെവലപ്പോ സൂര്യയുടെ ബസ് കൊടുത്താൻ പറ്റും. അവന്റെ ട്രക്ക് ജോബിലെ വണ്ടിയാ. അവന്റെ ട്രക്ക് ജോബ് എടുക്കാൻ പറ്റുന്ന വണ്ടിയാ. അവന് അത് സ്പെഷ്യലാ. കൊച്ചു പയ്യന്മാർക്ക് മേടിക്കാൻ